പ്രിയ, അറബ് രാജ്യങ്ങൾക്ക് അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ വൻ പണിക്കൊരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ വൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പദ്ധതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ചാര ഉപഗ്രഹം കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ചിരുന്നു. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇത് വലിയ രീതിയിലുള്ള നിരീക്ഷണ ഉപഗ്രഹമാണ്. നിരീക്ഷണ ഉപഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു മേഖലയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല നിരീക്ഷണം നടത്തുന്നത്. ഇതങ്ങനെയല്ല, ഇത് വ്യാപക നിരീക്ഷണത്തിന് ശേഷിയുള്ള ഒരു ഉപഗ്രഹമാണ് എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയുടെ ഏത് മേഖലയിൽ എന്ത് നീക്കമുണ്ടായാലും അതിനെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഈ പറയുന്ന AI സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും നൂതനമായിട്ടുള്ള സൈനിക വെർഷനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രയേൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഉപഗ്രഹത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നീക്കം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ നിർമ്മാണം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആയുധങ്ങളുടെ മാറ്റം, അങ്ങനെ എന്ത് പരിപാടി നടത്തിയാലും ശരി തന്നെ ഇവർക്ക് വലിയ രീതിയിൽ ഇവയെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലാണ് ഈ ചാര ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സാണ് ഇതിനെപ്പറ്റിയുള്ള നിരീക്ഷണങ്ങളെ, ഈ പറയുന്ന ഉപഗ്രഹത്തെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ശത്രുക്കൾ എവിടെയായാലും അവർക്കെല്ലാമുള്ള താക്കീതാണിത്, ഞങ്ങളുടെ കണ്ണ് എപ്പോഴുമുണ്ട് എന്നാണ് പറയുന്നത്. ഒഫക് 19 എന്ന് പറയുന്ന ഈ പറയുന്ന ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗാസയും യുദ്ധം ആരംഭിച്ചല്ലോ. ഗാസയിലെ ഈ പറയുന്ന മുന്നേറ്റം വന്നതിന് ശേഷം ഇറാന് പുറമെ സിറിയ, യമൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ നിരന്തര നിരീക്ഷണത്തിലാണുള്ളത്. നമുക്ക് അറിയാമല്ലോ, ഈ ഗാസയിൽ പൂർണ്ണമായിട്ടും ഇസ്രായേൽ അവിടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഹമാസിനോട് ആയുധം വെച്ച് കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ അവർ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തം കൊല്ലും എന്നുള്ളതാണ്. അവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഉണ്ട്, 15 നിലയുള്ള കെട്ടിടമാണ് ഗാസ സിറ്റിയിലുള്ള. അതും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. അത് തകർക്കാനായിട്ട് വിമാനങ്ങളെയൊക്കെ അയച്ച് ഇനി അങ്ങോട്ട് കരയുദ്ധമായിരിക്കും അവിടെ ഉണ്ടാവുക. ടാങ്കുകളും പട്ടാളക്കാരും ഒക്കെ നേരിട്ട് ഇറങ്ങി അടിച്ച് തകർത്ത് ഗാസയെ പൂർണ്ണമായിട്ട് മോചിപ്പിച്ച് അവിടുത്തെ ആൾക്കാരെയൊക്കെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇസ്രായേൽ അക്വയർ ചെയ്ത് ഈ മേഖല മുഴുവനായിട്ടും ഇസ്രായേലിൻ്റെ കയ്യിൽ വന്ന് അവരങ്ങനത്തെ ഒരു മുന്നേറ്റമാണ് അവിടെ നടത്താൻ പോകുന്നത്. ഇസ്രായേൽ എങ്ങനെയാണോ നഗരമുള്ളത് അതേപോലെ ഗാസ എന്ന് പറയുന്ന നഗരം ഇനി ഉണ്ടാവില്ല, അത് ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയാണ് അവിടെ ഒരുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ പിന്നോടിയായിട്ട് വന്ന ഒരു കാര്യവും കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് UAE അവരുടെ നിലപാട് മാറ്റി. UAE ഇസ്രായേലുമായിട്ട് വ്യാപാര കരാറൊക്കെ കൊണ്ടുവന്ന് സൗഹൃദത്തിലിരിക്കുന്ന രാജ്യമായിരുന്നു. പക്ഷേ ഇവർ പെട്ടെന്ന് നിലപാട് മാറ്റിയിരിക്കുകയാണ്. ഇവർ ഇസ്രായേലിനെ കത്തയച്ചു, നിങ്ങളുടെ ഈ നീക്കം ശരിയല്ല, ഗാസയുടെ മേൽ നടത്താൻ പോകുന്ന ഈ നീക്കമുണ്ടല്ലോ അത് ശരിയല്ല, അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കത്തയച്ചത്. അപ്പോൾ ഇസ്രായേലിന് കാര്യമായ മറുപടി ഒന്നും കൊടുത്തില്ല, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഉള്ള നിലപാടിലായിരിക്കും. അപ്പോൾ എന്തായാലും അവർക്ക് ഒരു കാര്യം മനസ്സിലായി, UAE ഒന്ന് തിരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളും തിരിയാനുള്ള സാധ്യതയുണ്ട്. ഖത്തറായാലും കുവൈറ്റ് ആയാലും ഈ പറയുന്ന മസ്കറ്റ് ആയാലും മറ്റ് ഏത് രാജ്യങ്ങളായാലും ശരി തന്നെ, ഈ പറയുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ തിരിയുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. UAEക്ക് ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇറാന് ഹൂത്തികളും ഒക്കെ ആക്രമിക്കുന്ന രീതിയുണ്ടല്ലോ, ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലെബനൻ അതിർത്തിയിൽ UN പീസ് കീപ്പിംഗ് ഫോഴ്സാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഗ്രനേഡ് ആക്രമണവും ഇസ്രായേൽ നടത്തിയിരുന്നു. ഇസ്രായേലിൻ്റെ ഡ്രോൺ ചെന്നിട്ട് അവിടെ ഗ്രനേഡ് ഇട്ടു, പക്ഷേ പൊട്ടി ആർക്കും പരിക്കൊന്നും പറ്റില്ല. 4 സൈനികരിൽ നിന്നും അവരുടെ അടുത്താണ് 4 ഗ്രനേഡുകൾ വീണത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഈ അറബ് രാജ്യങ്ങളൊന്ന് തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുകയും ഇവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ, അറബ് രാജ്യങ്ങളെയൊക്കെ ശക്തമായ നിരീക്ഷണത്തിന് വിധേയമാക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇസ്രായേൽ നഗരമായ ഡിമോണയ്ക്ക് സമീപം ഷിമോൺ പെരസ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിൽ ഒരു പുതിയ റിയാക്ടറിൻ്റെ നിർമ്മാണം നടന്നു വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ആണവായുധമാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ആണവ പദ്ധതികളെ നിരീക്ഷിക്കുന്ന വിദഗ്ധർ ഇതിനെ പറ്റിയിട്ട് കൃത്യമായി അവലോകനം ചെയ്തിട്ട് പറയുകയാണ്, ഇത് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്, ഇത് അണുവായുധങ്ങൾ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പുതിയ റിയാക്ടറിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. കാലിഫോർണിയ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ 7 വിദഗ്ധരാണ് ഈ നീക്കങ്ങളെല്ലാം വിലയിരുത്തിയത്.
ജെറുസലേമിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് ഡിമോണ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെയാണ് ഈ പറയുന്ന നീക്കമുള്ളത്. പുതിയ റിയാക്ടറിനായുള്ള സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി വൻതോതിൽ ഭൂമി തുരക്കുന്നതായിട്ടും മണ്ണ് നീക്കം ചെയ്യുന്നതായിട്ടുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് റിയാക്ടറിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള. അപ്പോൾ ഈ പറയുന്ന മേഖലയിൽ നിരീക്ഷണം നടത്താനായിട്ട് ഇസ്രായേൽ ആർക്കും അനുമതിയൊന്നും കൊടുത്തിട്ടില്ല. ഈ ഉപഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള നിരീക്ഷണമാണല്ലോ നടത്തുന്നത്. അനുമതി കൊടുക്കാതെയും ഇവർ ഈ പറയുന്ന നിരീക്ഷണം നടത്തി എന്നുള്ളതാണ് ഇതിനകത്ത് അറിയാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഈ ഇസ്രായേൽ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത്, അവർ കൃത്യമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇറാന് ഏതെങ്കിലും ഒരു സമയത്തിൽ വലിയ പണി കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അവർ ഈ പറയുന്ന ആയുധങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കൃത്യമായി നമുക്കിപ്പോൾ 2 കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഒന്ന്, നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നു. ആ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് വശ്യവേശിയാകെ തന്നെ ഇവരുടെ വലയത്തിനുള്ളിലാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ശക്തമായ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഉള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് രണ്ടും ഏതാണ്ട് വശ്യമേശയ്ക്ക് തന്നെയുള്ള പണിയാണ്. അതിൽ അധികം വൈകാതെ തന്നെ ഈ പറയുന്ന UAE അടക്കം തിരിഞ്ഞത് ഇസ്രായേൽ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. വ്യാപാര കരാറുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇസ്രായേലിനെ വലിയ തോതിൽ ആശ്രയിക്കുന്ന രാജ്യമാണ് UAE. കാരണം നമുക്കറിയാമല്ലോ, ദുബായ്, ഷാർജ ഇതുപോലുള്ള എമിറേറ്റുകളെല്ലാം തന്നെ വലിയ വികസന കുതിപ്പിലുള്ള ആധുനിക ലോകത്തിലേക്ക് അവർ കുതിക്കുന്ന ഒരു രാജ്യങ്ങളാണ്. എങ്ങനെയാണോ ദുബായ് നമുക്കറിയാമല്ലോ, ദുബായ് പണ്ടെങ്ങനെയാണ് തൊഴിൽ അന്വേഷിച്ച് പോയിരുന്ന ഒരു സ്ഥലമല്ലായിരുന്നു. ഇന്ന് ദുബായ് അങ്ങനെയല്ല. സിംഗപ്പൂർ പോലെ, മലേഷ്യ പോലെ, ഈ പറയുന്ന ന്യൂയോർക്ക് പോലെ ഒരു ഇൻ്റർനാഷണൽ സിറ്റിയാണ്. ആ ഒരു ഇൻ്റർനാഷണൽ ലണ്ടൻ പോലെയൊക്കെയുള്ളൊരു ഇൻ്റർനാഷണൽ സിറ്റി ആയിട്ട് ഒരു വലിയ ടൂറിസം കേന്ദ്രമൊക്കെ ആയിട്ട് ദുബായ് മാറിയിരിക്കുന്നു. അപ്പോൾ ദുബായ് കാണാൻ പണ്ട് ജോലിക്ക് ദുബായ്ക്ക് പോയിരുന്ന ആൾക്കാർ ഇപ്പോൾ ദുബായ് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ മാറിയിരിക്കുന്ന ദുബായ് ഇല്ലെങ്കിൽ UAE എന്ന് പറയുന്ന രാജ്യം ഒരു കാരണവശാലും ഒരു യുദ്ധത്തിനോ സമാധാനം ഇല്ലാതാക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിനോ ഒരിക്കലും നിൽക്കില്ല. പക്ഷേ അവരുടെ നിലപാട് മാറ്റം ഇവരുടെ ശത്രുക്കളെ, അതായത് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ സഹായിക്കുന്നുണ്ടോ എന്നുള്ള ഒരു നീക്കത്തിലേക്ക്, അങ്ങനെ ഒരു നിരീക്ഷണം നടത്താനും കൂടിയാണ് ഈ പറയുന്ന ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത്. കൃത്യമായി പശ്ചിമേഷ്യയെ അളന്നു കുറിച്ച് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു ചാര ഉപഗ്രഹം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. അതിനകത്ത് പിന്നെ സംശയിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറാൻ ഓൾറെഡി ഇസ്രായേലിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണ്. യമനും അത് തന്നെയാണ്, ഹൂത്തികളെ നിരന്തരമായി നിരീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഖത്തറാണ്. ഖത്തർ ഇത്തിരി അപകടകാരിയായ രാജ്യങ്ങളാണ്. കാരണം നമ്മുടെ ഇന്ത്യയിലടക്കം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. അവരവിടെ ഇരുന്നിട്ടാണ് ഈ പരിപാടികൾ മൊത്തം ചെയ്തത്. അവരെല്ലാത്തിനും അനുമതി കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക വിന്യാസമുള്ള പശ്ചിമേഷ്യയിലെ രാജ്യവും ഖത്തറാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ തന്നെ നിരീക്ഷിച്ചില്ലെങ്കിൽ ഇവരേതെങ്കിലും വിധത്തിലൊക്കെയുള്ള പണി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്തായാലും ഈ സംശയമുണ്ട്. ഈ സിറിയയുടെ കാര്യത്തിനകത്ത് ഇസ്രായേലിന് വലിയ സംശയം നേരത്തെ ഉണ്ടായിരുന്നു. സിറിയ ഇപ്പോൾ ഭരണമൊക്കെ മാറിയല്ലോ. അപ്പോൾ അവരുടെ ആത്യന്തിക ശത്രുവായിട്ട് അവർ കാണുന്നത് ജൂതന്മാരെ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണക്കിലെടുത്താണ് നിരീക്ഷണം വ്യാപിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പശ്ചിമേഷ്യ അടുത്ത സമയത്തൊന്നും സമാധാനത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇസ്രായേലിൻ്റെ നീക്കം കണ്ടു തന്നെ ഇനി അറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.